വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. ഇന്ന് ചെയ്യുന്നത് പ്രോൺസ് ഫ്രൈ ആണ്. എല്ലാവരും പ്രോൺസ് ഫ്രൈ തയ്യാറാക്കാറുണ്ട്. ബട്ട് നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ആദ്യം നമുക്ക് അരച്ചു പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം പ്രോൺസ് ആണ് എടുത്തത്. അപ്പോൾ അതിനുള്ള മസാലയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഒരു 5 അല്ലി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണും 1-2 ഞുള്ളൂടെ കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഒരു പിഞ്ച് ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ ഞാനിത് കുതിർത്ത് വെച്ചിരുന്നു. ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്നു. വളരെ ചെറിയ കഷ്ണമാണ്. അപ്പോൾ 2 ചെറിയ പീസ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളവും അതിലേക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ അരപ്പിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. 200 ഗ്രാം പ്രോൺസ് ഉണ്ട്. ഇതിൻ്റെ നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല തേച്ച് കൊടുക്കാം. മസാല പുരട്ടിയതിന് ശേഷം ഒരു 20 മിനിറ്റെങ്കിലും വയ്ക്കുക. അതിനുശേഷം വറുത്തെടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും ടേസ്റ്റ് അതിനെ കുറച്ച് നേരം, അതായത് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. അതൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് പ്രോൺസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ പ്രോൺസ് ആവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് വേകുമ്പം അതൊന്ന് ചുരുണ്ട് വരും. ഇപ്പം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡിലൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. പ്രോൺസ് ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ള പ്രോൺസ് കൂടെ ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.